ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പാനീയം കുടിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ജിഗർദാണ്ട എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇവിടെ മധുരയിൽ നിന്ന് ഉത്ഭവിച്ച് അല്ലെങ്കിൽ കേരളം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ല ലോകം മുഴുവൻ പോപ്പുലറായിട്ടുള്ള ഒരു പാനീയമാണിത്. വളരെയധികം പോപ്പുലറാണ്. ഇത് സ്ഥാപിച്ച 1977 ആ 77 തുടങ്ങിയ ഒരു ഷോപ്പാണിത്. ആ ഷോപ്പിൽ വന്ന് ഇത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂസാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് ഈ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റായിട്ട് ചോദിക്കുക. ചേട്ടാ, ഈ സ്ഥലം കറക്റ്റ് എവിടെയാണ്? மதுரை வந்து மேலே மாஸ் வீதி ஃபேமஸ் ரசகர்தண்டா. ഓക്കെ. അതായത് ഇവർ പറയുന്നത് കീലാ മാർട്ട് സ്ട്രീറ്റിലാണ്. കീലാ മാർട്ട് സ്ട്രീറ്റിലാണ് ഈ ഒറിജിനൽ ഈ പറയുന്ന ജിഗർദാണ്ട സ്റ്റാർട്ട് ചെയ്യുന്നത്. 1977 സ്റ്റാർട്ട് ചെയ്യുന്ന ജിഗർദാണ്ടയുടെ ഈ ഷോപ്പുള്ളത് കീലാ മാർട്ട് സ്ട്രീറ്റ്, അതായത് കാമരാജ് സാലയുടെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഞങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടി. അതുകൊണ്ടാണ് ഈ സ്ഥലം കൃത്യമായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് തൊട്ടടുത്ത് തന്നെ ഒരു സ്പേസ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് പഴയ ഷോപ്പാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്പേസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. കുറേ നേരം ഒക്കെ നിൽക്കുമ്പോൾ നല്ല ക്രൗഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോകാം. 1977 ഇവർ ജിഗർദാണ്ട ഇവിടെ ആരംഭിക്കുന്നത്. ജിഗർദാണ്ട എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ പാനീയം ആരംഭിക്കുന്നത്. ഇത് എന്താണ് പറയുക, ഇവിടുത്തെ തമിഴ് മക്കൾക്കെല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുകയും വളരെ പോപ്പുലർ ആവുകയും ചെയ്തു. അപ്പം ഞാനിത് ചെന്നൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ മധുരയാണ് ഇതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഇവരുടെ ഒറിജിനൽ സ്ഥലത്ത് തന്നെ വന്ന് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ട് സ്പെഷ്യൽ ജിഗർദാണ്ടയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ രതീഷുണ്ട്, പപ്പയുണ്ട്. പപ്പയ്ക്കാണെങ്കിൽ ഒരു നട്ട്സിൻ്റെ ജിഗർദാണ്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ജിഗർദാണ്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഇതിന് ഒരു പാലിൻ്റെ ടേസ്റ്റാണ്. പപ്പയ്ക്ക് ഏതിൻ്റെ ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ പപ്പയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് ജിഗർദാണ്ടയാണ് ട്രൈ ചെയ്തത്. അല്ല, പപ്പ ട്രൈ ചെയ്തിരിക്കുന്നത് നട്ട്സ് ജിഗർദാണ്ടയാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഫ്രൂട്ട്സ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. ഫ്രൂട്ട്സ്, ബിസ്ക്കറ്റ്, മിൽക്ക്, ഐസ്ക്രീം, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നത് എനിക്ക് കഴിക്കുമ്പോൾ എന്താണ് പാലിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഐസ്ക്രീമിൻ്റെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് എല്ലാം ചേർന്നൊരു ടേസ്റ്റാണ്. പിന്നെ ആ തണുപ്പൂടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സീക്രട്ട് എന്ന് തോന്നുന്നു. ഈ തണുപ്പൂടൊക്കെ വരുമ്പോൾ ഇവിടെ നല്ല ചൂടാണ്. ഈ തണുപ്പോടുകൂടി ഈ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുമ്പോഴും എന്താണ് നമ്മൾ ഫലൂഡയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫലൂഡയൊക്കെ ഒരുപാട് മോളിൽ നിൽക്കുന്ന ഒരു എന്താണ് പറയുക ഒരു ഡ്രിങ്കാണത്. ഒരു എനർജി ഡ്രിങ്കാണ്. ഇതെനിക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രതീഷ് എന്നോട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് റിവ്യൂ പറയാൻ പറയുന്നു. പക്ഷേ എനിക്ക് കുടിച്ച് തീർക്കാനാണ് എനിക്ക് തോന്നുന്നത്. അത്രത്തോളം നല്ല ഡ്രിങ്കാണ്. എന്നാലും മധുരയിൽ വന്ന് തന്നെ ജിഗർദാണ്ട ട്രൈ ചെയ്യാൻ കഴിഞ്ഞാലുള്ള സന്തോഷമുണ്ട്. പ്യൂർ വെജിറ്റേറിയൻ, പ്യൂർ പാൽ ഐറ്റം, പ്യൂർ നാച്ചുറൽ മിൽക്ക് தான் இது. இதில் எந்தவித நோ கெமிக்கல், நோ எசன்ஸ், பியூர் வெஜிடேரியன். பால், நன்னாரி சர்பத்து, பாதாம் பிசின்னு சொல்லுவாங்க, ஆல்மண்ட் கம், அது ப்ளஸ் அதே பாலில் செய்கிற ஐஸ்கிரீம், இதுதான் மேக்கிங். இது வந்து நேச்சுரல். உங்களுக்கு வேறு எந்த கெமிக்கல் எசன்ஸு சேர்க்காத பொருளுங்கிறனால இங்கே அதிகமாக ரீச் ஆகிடுச்சிங்க. மற்ற நீங்கள் ஜூஸ் ஐட்டம்ஸ்லாம் பார்த்தீங்கன்னா சோடா எசன்ஸ்லாம் கலப்பாங்க. இதில் எந்த எசன்ஸுமே கிடையாது. பியூர் பால், மில்க் ஐட்டம் மட்டும்தான் இது. பேக்கெட் பால் கூட கிடையாது, பசும்பால் தான். சின்ன பிள்ளைங்கள்லேருந்து பெரிய ஆள் வரைக்கும் எல்லாருமே சாப்பிடலாம். നമ്മളിപ്പോൾ ഉള്ളത് മധുരയിലെ കൊണാർക്കടയിലാണുള്ളത്. ഈ കൊണാർക്കടയൊക്കെ വളരെ പോപ്പുലറാണ് തമിഴ്നാട്ടിൽ. അതായത് 1943 തൊട്ടുള്ള സ്ഥാപനമാണ്. ഇന്നത് വളരെയധികം പോപ്പുലറാണ്. അപ്പം മധുരയിലെത്തുന്ന സെലിബ്രിറ്റീസ് എല്ലാം തന്നെ സ്ഥിരമായി വരുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ അവിടെ അത്രത്തോളം പോപ്പുലറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവരോട് ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് മട്ടൻ കരുദോശ എന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട്. അതാണ് ഇവിടെ പോപ്പുലർ ഡിഷ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വയറ് കഴിച്ച് ജിഗർദാണ്ടയൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കൊണാർക്കട എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചെറിയ എന്താണ് പറയുക, നല്ല കിട്ടിയിലൊരു ദോശയാണ്. 360 രൂപയാണ്, 260 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ അതിനകത്തിൽ ദോശയുടെ മുകളിലാണ് മട്ടൻ നന്നായിട്ട് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ചൂടോടുകൂടി കഴിക്കണം ഇത് കേട്ടോ. അപ്പോൾ എന്താണ് പറയുക, നല്ലൊരു ഫുഡ് സ്പോട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ജിഗർദാണ്ട കഴിക്കാനൊക്കെ മധുരയിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് കൊണാർക്കടയും. അപ്പം ഈ കൊണാർക്കടയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ അടുത്തായിട്ട് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്
മുരുകൻ ഇഡലി ഞാൻ ട്രൈ ചെയ്യണമെന്നായിരുന്നു. ഞാൻ ചെന്നൈയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. മുരുകൻ ഇഡലി ഞാൻ ചെന്നൈയിലൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത ധനുഷ്കോടിയിലേക്കുള്ള ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഈ പറ്റുന്ന ഈ മധുരയുടെ മറ്റു കുറച്ച് വിഷ്വൽസ് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ആ വിഷ്വലൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടോ. അപ്പോൾ ഞങ്ങളത് കഴിച്ചിട്ട് അടുത്ത പ്ലാൻ നോക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.